ദഹിബല്ലയ്ക്ക് നമ്മൾ ഉഴുന്ന് 3-4 മണിക്കൂർ നല്ലോണം കഴുകി 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് കൂടി കുതിർത്തിട്ട് രണ്ടും കൂടി അരച്ചെടുക്കുകയും ചെയ്യാം. ഇതിലിപ്പോൾ പരിപ്പ് ചേർത്തിട്ടില്ല, ഉഴുന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് ഉഴുന്ന് വടയ്ക്കൊക്കെ കിട്ടുന്ന പോലെ കുറച്ച് ഫ്ലഫി ആയിട്ട് നല്ലപോലെ അരച്ചെടുക്കാനുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ടാമറിൻ സിറപ്പ് ഉണ്ടാക്കാനാണ്. നമ്മുടെ പുളി എടുത്തിട്ട് ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പുളി പിഴിഞ്ഞ് അരിച്ച് തിളപ്പിക്കും. നല്ലോണം തിളപ്പിച്ച് ഈ വെള്ളത്തിൻ്റെ അംശം മാറിയിട്ട് ഒരു സോസിൻ്റെ പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യും. ടാമറിൻ സോസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്രീൻ ചട്നി, മല്ലിയില ഉണ്ട്, മുളക്, ഇഞ്ചി, ഉള്ളിയൊക്കെ ഇട്ട് ചട്നി ചമ്മന്തി അരച്ച് കഴിയാനാവുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കണം, ഉപ്പും ചേർക്കണം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് വേണം. പിന്നെ ഇതിപ്പോൾ ജീരകം, നമ്മുടെ ചെറിയ ജീരകം, 7 കുരുമുളകും കൂടി ഒന്ന് ചൂടാക്കിയ ശേഷം നല്ലോണം ഇടിച്ച് പൊടിച്ച് വെച്ചിരിക്കുവാണ്. പിന്നെ ഇത് ചാട്ട് മസാല, ഇത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല നമ്മൾക്ക് ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ നമ്മൾക്ക് ഒരു 1/2 ലിറ്റർ തൈര്, പഞ്ചസാര ചേർത്ത് നല്ലോണം കട്ട ഉടച്ച തൈര്. വടയുടെ അളവ് കുറവാണെങ്കിൽ അത്രയും തൈര് വേണമെന്നില്ല. ഇനി നമുക്ക് നല്ലോണം അരച്ച് എടുക്കട്ടെ. ഉഴുന്ന് നല്ല അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഇളക്കി കുറച്ചേരം ഇളക്കി നല്ല ഫ്ലഫി ആക്കി എടുക്കണം. ഇവിടെ നമ്മുടെ ടാമറിൻ സോസിന് വേണ്ടിയിട്ട് നമ്മൾ പുളി പിഴിഞ്ഞ് അരിച്ച് ഉപ്പും ചേർത്ത് പുളി തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ടാമറിൻ സിറപ്പ് വെള്ളമൊക്കെ ചേർത്ത് തിളപ്പിച്ച് കുറുക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാവുമെങ്കിൽ ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് ജീരകപ്പൊടി, ഒരു നുള്ള് പഞ്ചസാര ഇങ്ങനെയൊക്കെ ചേർക്കാം. ഇനി അതല്ല എങ്കിൽ ടാമറിൻ്റെ ഉപ്പ് മാത്രമായിട്ട് ഇങ്ങനെ കുറുക്കിയെടുത്താൽ മതിയാവും. കാരണം തൈരിൽ നമ്മൾ നല്ലോണം പഞ്ചസാര ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പം അധികം മധുരം വേണ്ടാത്തവർ അധികം പഞ്ചസാര ചേർക്കണം എന്നില്ല. ഇനി നമ്മൾ ഈ ഉഴുന്ന് നല്ലോണം കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി ബീറ്റ് ചെയ്ത് നല്ലോണം കുറച്ചൊരു പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ നിന്ന് ഒരു അല്പം ഈ ഉഴുന്നെടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ, കാരണം നമ്മൾ തൈരിലാണല്ലോ ഇത് ഒടുവിൽ സോക്ക് വെക്കുന്നത്. അപ്പം നമ്മൾ ഈ വെള്ളത്തിൽ ഈ അരച്ച മാവ് ഇങ്ങനെ ഇട്ട് നോക്കുക. അപ്പം അത് ഇളകി മാറി പോവാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. നമ്മളിത് ഇളക്കിയത് റെഡിയായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പോവാണ്ട് ഇങ്ങനെ നിൽക്കും. അതല്ല എങ്കിൽ നമ്മൾ തൈര് ഒഴിക്കുമ്പം ഇതെല്ലാം അങ്ങ് അലിഞ്ഞ് മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ അരച്ച ഉഴുന്ന് നല്ല ഫ്ലഫി ആയി അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉഴുന്ന് വടയുടെ ആ ഒരു ഷേപ്പിന് നമ്മൾ എണ്ണയിൽ കുറച്ചുകൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കോട്ടെ.
ഇത് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഉഴുന്ന് വടയുടെ ഈ റൗണ്ട് ഷേപ്പ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾക്കിപ്പോൾ വറുത്തെടുക്കാം കേട്ടോ. ഈ മാവ് നമ്മൾ ബോൾസ് ആക്കിയിട്ടേക്കുവാണ്. ഇത് നല്ല ഫ്ലഫി ആയതുകൊണ്ടോ. ഇനി നമ്മൾക്കത് അപ്പുറം തിരിച്ചിടുവാണേ. ഇനി നമ്മൾ വറുത്തെടുത്ത ഉഴുന്നുവടയില്ലേ ഇത് അല്ലേ, ഈ ഉഴുന്നുവട നമ്മൾ ഇത് തണുത്ത വെള്ളമാണ്, ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുമല്ലേ. ഇനി നമ്മൾക്ക് ഇതിങ്ങനെ വെള്ളം അബ്സോർബ് ചെയ്യണം ഇതിൽ. കുറച്ചുകൂടി സോഫ്റ്റൻ ചെയ്യാനാണ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആവും അപ്പോഴേക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിന്നാൽ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. ഈ കായം ചേർത്ത് വെള്ളത്തിൽ വട നമ്മൾ എടുക്കുവാണ്. ഫ്രീസ് ചെയ്ത് കളയാം. വെള്ളം നമുക്ക് ഇങ്ങനെ വെള്ളം കളയാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് എടുത്തു വെക്കുവാണ്. നമ്മൾ ഈ വടയെല്ലാം അതിലധികമായിട്ടുള്ള വെള്ളം, നല്ല കായത്തിൻ്റെ മണമുണ്ട്. ആ വെള്ളം സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പം സോഫ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് തൈര് നമ്മൾ വെണ്ണയിലല്ലോ, പഞ്ചസാര ചേർത്ത് ഉടച്ചെടുത്ത തൈരാണ്. പഞ്ചസാര ചേർത്തിട്ട് ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കാം. ഇനി ചിലർക്കൊക്കെ ഈ മധുരം ചേർത്ത തൈരും ഇതൊന്നും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. പുളി ഇങ്ങനെയുള്ള ചാട്ട് മസാല വീട്ടിൽ ഞങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ജീരകം, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ചിലപ്പം ഇഷ്ടമില്ലെങ്കിൽ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് നമുക്ക് ഈ ഉഴുന്നുവട രൂപത്തിൽ തന്നെ ആ ക്രിസ്പി ആയിട്ടെടുത്ത ആ ഉഴുന്നുവട നമ്മൾക്ക് ഈ ഗ്രീൻ ചട്നി ചേർത്തിട്ട് കഴിക്കാൻ കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഈ വക പൊടികളൊക്കെ ഒത്തിരി സ്പൈസി ആയി പോകുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഈ തൈരും പഞ്ചസാര ചേർത്ത തൈര് ഇഷ്ടമാണെങ്കിൽ ആ തൈര് മാത്രം ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെ ഓരോ ആളുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് സെർവ് ചെയ്യാവേ. ഇനി നമ്മൾ ഓരോ പ്ലേറ്റിലും ഓരോ ആൾക്ക് അങ്ങനെ സെർവ് ചെയ്ത് വെക്കാം. പിന്നെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഇപ്പം ഞാനൊരു പ്ലേറ്റിൽ തന്നെ സെർവ് ചെയ്ത് വെക്കുകയാണേ. അതിൽ നമ്മൾക്ക് ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ ചാട്ട് മസാല, ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചിട്ട് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടാമറിൻ സോസ് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രീൻ ചട്നി ചേർക്കുന്നുണ്ട്.
ഇങ്ങനെ ചേർത്തിട്ട് ഈ പഞ്ചസാര ചേർത്ത് കട്ട ഉടച്ച ഈ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു തണുപ്പ്, ചെറിയൊരു തണുപ്പിന് വേണ്ടിയിട്ടൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. നല്ലോണം തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ സമയം തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പം ഇനി നമ്മൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ടാമറിൻ സോസ്. പിന്നെ മറ്റ് പൗഡേഴ്സ്, പിന്നെ ചാട്ട് മസാല, ഗ്രീൻ ചട്നി, പിന്നെ കുറച്ചും കൂടി കളർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ സ്പ്രിങ്കിൾ ചെയ്യാം. ചില്ലി ഫ്ലേക്സ് പോരായെങ്കിൽ ഒരല്പം മഞ്ഞൾ പൊടി, അങ്ങനെയൊക്കെ കളർഫുള്ളാക്കാം നമുക്ക് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രിസ്പിനെസ്സും കൂടി ഇതിനോടൊപ്പം വേണമെങ്കിൽ സെർവ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിക്കാനെടുക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ കുറച്ച് കോൺഫ്ലേക്സും കൂടി ടോപ്പിങ്സായിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചൊരു ആ ഒരു ക്രിസ്പിനെസ്സും ഈ ഒരു തൈരിൻ്റെ ആ ഒരു എന്താ പറയുക മധുരവും പുളിപ്പും ഒരു സോഫ്റ്റ്നെസ്സും വടയുടെ സോഫ്റ്റ്നെസ്സും ഇതൊക്കെ കൂടി ഇഷ്ടമാവും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതേ രീതിയിൽ വീഡിയോസ് കൂടുതൽ ഭംഗിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു.